കുവൈറ്റിൽ വന്നിട്ട് 2-3 ദിവസമെങ്കിലും അങ്ങനെ പ്രത്യേകിച്ചൊന്ന് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ വൈകുന്നേരം ലുലു വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ലുലു തന്നെ പല ബ്രാഞ്ചുകളുണ്ട്. ഇന്ന് ഞങ്ങൾ പോകുന്ന അൽറായ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ബ്രാഞ്ചാണ്. നമ്മുടെ നാട്ടിൽ സ്വിഗ്ഗിയും സൊമാറ്റോ ചേട്ടന്മാരൊക്കെ ഈ തിരക്കിനിടയ്ക്ക് 2 വീലറിൽ പാഞ്ഞു പോകുന്ന പോലെ ഇവിടെയുണ്ട് 2 വീലറിൽ ഡെലിവറി ബോയ്സ്. ആ കാണുന്നത് KGL എന്ന് പറഞ്ഞ കമ്പനിയുടെ ബസ്സാണ്. ഈ കാറൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മുടെയും ആശ്രയം ബസ് തന്നെയായിരുന്നു. ലുലുവിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പോകും. ഈ കാണുന്ന പെഡസ്ട്രിയൽ ബ്രിഡ്ജ് ഇതിൽ കൂടെയാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുക. റോഡ് ക്രോസ് ചെയ്ത് നേരെ ലുലുവിൻ്റെ ഫ്രണ്ടിലേക്കാണ് ചെല്ലുക. ഇപ്പം നമ്മൾ കാറിലൊക്കെ പോകുന്നതുകൊണ്ട് ആ സിഗ്നലിൻ്റെ അവിടെ ചെന്ന് ടേൺ എടുത്ത് കറങ്ങി തിരിഞ്ഞൊക്കെ വരണം. നമ്മളിങ്ങനെ ടേണൊക്കെ എടുത്ത് വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ ലുലു ഒക്കെ ഉള്ള, അത് ആക്ച്വലി പറഞ്ഞാൽ അത് ലുലു മാത്രമുള്ള സ്ഥലമല്ല, ലുലു ഉൾപ്പെടുന്ന ഒരുപാട് കടകളും ഒക്കെയുള്ള ഒരു കൊമേഴ്ഷ്യൽ സ്പേസാണത്. അൽറായ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയുടെ അടുത്തുള്ളൊരു സ്പേസാണത്. അവിടെ ഇങ്ങനത്തെ കുറേ കടകളും, അതിൽ മലയാളികളുടെ കടകളുണ്ട്, അല്ലാത്ത കടകളുണ്ട്, കല്യാൺ ജ്വല്ലേഴ്സ് ഉണ്ട്, ജോയ് ആലുക്കാസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കടകളുണ്ട് അവിടെ. അതുള്ളൊരു ഏരിയയാണ് ഈ അൽറായ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്കുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പാർക്കിങ്ങിലേക്കുള്ള റോഡിലേക്ക് കയറി. അതുകൊണ്ടാണ് റോഡ് അത്രയും ഫ്രീ ആയിട്ട് കിടക്കുന്നത്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു റോഡിൽ. നമ്മൾ റോഡെല്ലാം ക്രോസ് ചെയ്ത് വന്നപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ നേരെ ഫ്രണ്ടിലെത്തി നമ്മൾ. നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, ലൈറ്റിൻ്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ കൊണ്ട് കല്യാൺ ജ്വല്ലേഴ്സാണ് അവിടെ ഉള്ളത്. പിന്നെ അതാ അങ്ങേ അറ്റത്ത് ജോയ് ആലുക്കാസ്. അങ്ങനെ കുറേ കടകളുണ്ട് അവിടെ. ഡ്രസ്സിൻ്റെയും ഓർണമെൻറ്റ്സിൻ്റെയും ക്രോക്കറിയുടെയും സ്പോർട്സിൻ്റെയും അങ്ങനെ ഒരുപാട് കടകൾ. അപ്പം നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് പാർക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് കുറച്ചുകൂടി ഈസി, ലുലുവിലേക്കൊരു ഈസി ആക്സസ്, അല്ലെങ്കിൽ ലുലുവിൽ നിന്ന് ഇറങ്ങി അടുത്ത കടകളിലേക്ക് കയറാനുള്ളൊരു ഈസി ആക്സസ് അപ്പുറത്തെ സൈഡിലായതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് പാർക്ക് ചെയ്യുക സ്ഥിരമായിട്ട്. നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. സൈഡിലെല്ലാം ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. പാർക്കിംഗ് കിട്ടുമോയെന്ന് അറിയില്ല. വീക്ക് ഡേ ആണെങ്കിൽ പോലും ഈ സമയമാകുമ്പോൾ എല്ലാവരും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ്. ഞങ്ങളും അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഇപ്പുറത്തെ സൈഡിലെത്തി. മാക്ഡൊണാൾഡ്സ് കാണാം, നാസർ സ്പോർട്സ്, അത് അത്യാവശ്യം സ്പോർട്സിനുള്ള സാധനങ്ങൾ, ട്രാക്ക് സൂട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്ന കടയാണത്. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തു, പുറത്തിറങ്ങി. ഇത് പാർക്കിംഗ് ഗ്രൗണ്ടിനകത്ത് തന്നെയുള്ള റോഡാണ്, പക്ഷേ വണ്ടികൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നൊരു സ്ഥലവും കൂടിയാണ്. നോക്കി ക്രോസ് ചെയ്യണം. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മനുവാണ് എൻ്റെ കൈ പിടിച്ചിരിക്കുക എന്നെ ക്രോസ് ചെയ്യിക്കാൻ. അച്ഛനും മോളും അതാ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നല്ല തിരക്ക് തന്നെ ഉണ്ടാവും. പിന്നെ ലുലു ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരുപാട് മലയാളികളെ കാണാൻ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് അൽറായ്. നമ്മൾ മുകളിലത്തെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ 1-2 മണിക്കൂർ നേരത്തെ അധ്വാനത്തിന് ശേഷം കുറച്ച് ഡ്രസ്സുകളും ചെരുപ്പും ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ പൈസ കൊടുക്കാൻ വന്ന് നിൽക്കുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള സൈഡ് റാക്കിൽ നിന്ന് ചോക്ലേറ്റും കാര്യങ്ങളും എടുക്കുക എന്നുള്ളതൊരു ശീലമായിപ്പോയി. ന്യൂട്ടല്ലയും ബിസ്ക്കറ്റും കൂടെ ഉള്ളൊരു പാക്കാണത്. എല്ലാവർക്കും അവരവർക്ക് വേണ്ടതെല്ലാം എടുത്തു. പക്ഷേ അടുത്ത ആളുടെ കയ്യിലിരിക്കുന്നതൊന്ന് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു സ്ഥിരം ശീലത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ മനു എടുക്കാൻ ചെന്നു. അവൾ ആദ്യം സമ്മതിച്ചില്ല. അങ്ങനെയുള്ളൊരു കലാപരിപാടിയാണ് ഇപ്പോൾ അവിടെ കണ്ടത്. ഇതെല്ലാം കഴിഞ്ഞ് കിട്ടിയ പാക്കറ്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കാം. സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട്. ലുലുവിൻ്റെ ഭാഗമല്ലാതെ തന്നെ ഒരുപാട് കടകളുണ്ട്. അവിടെ സിൽവർ ജ്വല്ലറിയൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് അവിടെ. താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ലുലുവിൻ്റെ താഴത്തെ സെക്ഷനും നമുക്ക് കാണാൻ പറ്റും. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ കയറി വന്നപ്പോൾ അത് എടുക്കാൻ വിട്ടുപോയി. അവിടെ ഓണം പ്രമാണിച്ച് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓണത്തിൻ്റെ ഫീല് നൽകുന്നൊരു
നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. തൃക്കാക്കരപ്പനെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, വള്ളവും ഒക്കെ ആയിട്ട്. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വരും. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ നമ്മൾ ഫ്യൂച്ചർ കിഡിലൊക്കെ കാണുന്നത് പോലെ കുറേ കളിക്കുന്ന കുറേ എന്താണ് പറയുക, വണ്ടികളും അതും ഇതുമൊക്കെ ഉണ്ട്. കോയിൻ ഇട്ടിട്ടാണ് അത് പ്രവർത്തിക്കുക. പക്ഷേ എല്ലാവരും കുട്ടികളെ അതിലൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി വെറുതെ കുറച്ച് നേരം ഇരുത്തി സമാധാനിപ്പിച്ചിട്ടൊക്കെ വരും. പണ്ട് ഞങ്ങൾ മാള് കുഞ്ഞായിരിക്കുമ്പോൾ വരുമ്പോൾ ഇതിലൊന്നിൽ കയറാതെ തിരിച്ച് വീട്ടിൽ പോകുക എന്നുള്ളത് മാളിൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് സാൽമിയ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം സാൽമിയാണ്, സാൽമിയയ്ക്കുള്ള ലൈൻ പിടിച്ചു. അതിങ്ങനെ കറങ്ങി മുകളിലത്തെ റോഡിൽ ചെന്ന് കയറണം. അങ്ങനെ കയറുന്നതിൻ്റെ ഇടയിൽ ഞാൻ സൂം ചെയ്ത് ഒരു കാര്യം നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ അത് ഫോക്കസ്ഡിൽ കിട്ടിയില്ല. അത് കുവൈറ്റ് സൂവിൻ്റെ എന്താണ് പറയാം, അതിൻ്റെ എംബ്ലമൊക്കെ കൂടെയുള്ള ആ ഒരു സൈൻ ബോർഡാണത് കുവൈറ്റ് സൂവിൻ്റെ. അത് പിന്നീട് ഒരിക്കൽ നമുക്ക് കാണാം, പകൽ പോകുന്ന സമയത്ത് ഞാൻ കാണിക്കും. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കയറി, മേളിലത്തെ റോഡിൽ കയറി വീണ്ടും സാൽമിയക്കുള്ള ലൈൻ പിടിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സൈഡിൽ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ പബ്ലിക് വാട്ടർ ടാങ്കാണ്. കൂണുകൾ മുളച്ച് നിൽക്കുന്നത് പോലെയാണ് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഒരു പ്രത്യേക ഷേപ്പാണ്. അതും ഈ പറഞ്ഞ പോലെ രാത്രിയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഞാനത് പകലൊരു സമയത്ത് അതെടുത്തിട്ട് അതിൻ്റെ ഒരു ഫുട്ടേജ് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, കൂണ് മുളച്ച് നിൽക്കുന്നത് പോലെയാണ് അതിൻ്റെ ഒരു ഷേപ്പ്. പണ്ട് ഞങ്ങൾ സാൽമിയയിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മൾ സാൽമിയയിൽ വരേണ്ടി വരുമ്പോൾ സാൽമിയ എത്തി എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ വാട്ടർ ടാങ്കും. ഇത് കഴിഞ്ഞൊരു ഇത്തിരിയും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഈ കാണുന്ന ബിൽഡിങ്, ഞങ്ങളിതിനെ ടെമ്പറേച്ചർ ബിൽഡിംഗ് എന്നും ടൈം ബിൽഡിംഗ് എന്നും ഒക്കെ പറയും. അതിൽ അന്നത്തെ ദിവസത്തെ ആ പർട്ടിക്കുലർ സമയവും ആ സമയത്തുള്ള ടെമ്പറേച്ചറും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് 24/7 അത് അതിലിങ്ങനെ ഡിസ്പ്ലേ ഉണ്ടാവും. അപ്പോൾ ഈ ബിൽഡിംഗ് എത്തുമ്പോഴാണ് നമ്മൾ സാൽമിയ എത്തി, ഇറങ്ങാറായി എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാം. അപ്പോൾ നമ്മൾ സാൽമിയ ഗാർഡൻ്റെ സൈഡിലുള്ള റോഡിലേക്ക് എത്തി. 8:45 സമയമായിട്ടുണ്ട് രാത്രി. നല്ലൊരു ഗ്രീൻ ലഷി ഗാർഡനാണ് സാൽമിയ ഗാർഡൻ. അത് സാൽമിയ എന്ന് പറയുന്ന ഏരിയ ഈ ഗാർഡനോട് ചുറ്റുമാണ്. നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ പറയുക സാൽമിയ ഗാർഡൻ എന്നാണ് പറയുക. ഗാർഡൻ്റെ ആ സൈഡ്, ഗാർഡൻ്റെ ഈ സൈഡ് എന്നൊക്കെയാണ് നമ്മളതിൻ്റെ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഐഡൻറ്റിഫിക്കേഷനൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വീടെത്താറായി. അപ്പോൾ ഇനി വേറെ കുറേ കുവൈറ്റ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ്.